ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വിഷമമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾക്ക് ഇവിടെ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു വിരിപ്പിൽ തന്നെ 10 മുട്ടയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 10 നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വിരിഞ്ഞ് ഇറങ്ങിയ പാട് ഒരു കുഞ്ഞിനെന്തോ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടൊരു വികലാംഗ പോലത്തെ ഒരു കുട്ടിയായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ചത്തുപോവുകയും ചെയ്തു. ബാക്കി 9 നമുക്ക് നല്ല ഉഷാറായിട്ട് നല്ല കുട്ടികളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 3 മാസം അടുക്കായിട്ടോ. നല്ല വലിയ മക്കളായിട്ട് നല്ല ഉഷാറിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോസ് കാണുമ്പോൾ അറിയാം, നമ്മളെ വീഡിയോയിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ നീന്തി കുളിക്കണതും ഇങ്ങനെ ഫുഡ് കഴിക്കണതും കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയാണ് കേട്ടോ അവരാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടാണെങ്കിൽ നമ്മളുടെ നല്ല സേഫ് ആയിട്ടുള്ള കൂടാണ് കേട്ടോ. നമ്മൾ പുറത്തൊരു ഉപയോഗിക്കാത്തൊരു ബാത്റൂം ഉണ്ട്. അപ്പോൾ ആ ഒരു ബാത്റൂമിൽ നമ്മൾ അതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ നല്ല താബൂക്കൊക്കെ വെച്ച് നല്ല സെറ്റായിട്ട് അടച്ചിട്ടാണ് നമ്മൾ അവരെ കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാതും നല്ല സേഫായിട്ട് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു പഴുതാര പോലും കയറില്ല, അത്രയും സേഫായിട്ടാണ് കേട്ടോ നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ കൂട്ടിലാക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഉഷാറായിട്ട് മക്കൾ കയറിയതാണ്. ഇന്നിപ്പോൾ രാവിലെ കൂട് തുറന്ന പാടാണ് ഇവരിങ്ങനെ 2 ചത്ത് കിടക്കുന്നതും ബാക്കിയുള്ള എല്ലാ താറാവിൻ്റെ മുകളിലും ഇങ്ങനെ ഇതുപോലൊരു ഓട്ട പോലെ ആക്കിയിരിക്കുക കേട്ടോ. എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. കാരണം എന്തെങ്കിലും പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ തിന്നാനായിട്ട് കൊണ്ടുപോകും. പിന്നെ അങ്ങനെ കൊന്നിടില്ലല്ലോ. ഇതിപ്പോൾ എന്താണ് സംഭവം എന്ന് ഒന്നും മനസ്സിലാവണില്ല. അപ്പോൾ എല്ലാ താറാവ് കുഞ്ഞുങ്ങളുടെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ വലിയ ഓട്ടാക്കിയിരിക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ചോരൊക്കെ വന്നിട്ട് പാവം അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഇപ്പോൾ ഇത് നമ്മളെ കയ്യിലൊരു സ്പ്രേ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മൃഗങ്ങൾക്കൊക്കെ മുറിയായി കഴിഞ്ഞാൽ അടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈച്ച വന്നിരുന്നിട്ട് മുട്ടൊക്കെ ഇട്ട് പുഴു വരാതിരിക്കാനും മുറി പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ആയിട്ട് സഹായിക്കണ ഒരു മരുന്നാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനിപ്പോൾ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ മരുന്ന് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞിട്ട് തരണേ. ഇതിപ്പോൾ നമ്മൾ എല്ലാ താറാവിൻ്റെയും മുറിയായ ഭാഗത്ത് നന്നായി സ്പ്രേ അടിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉള്ളിലേക്ക് കൊടുക്കാനുള്ള മരുന്നോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ടൊന്ന് പറഞ്ഞു തരണം, കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം 2 ചത്ത് കിടന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്ന് അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും നമുക്ക് തോന്നില്ല. നമ്മൾ ആകെ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇത്രയും ആയി വന്നിട്ട് അതാണ്ട് പോവാന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ മൃഗങ്ങളെയും കോഴീനെയും താറാവിനെയൊക്കെ വളർത്തുന്നവർക്കറിയാം ഭയങ്കര സങ്കടമാണ് ആ കാര്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോനെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ആ മുറി ആയതിൽ നിന്ന് ഒന്ന് പിന്നെയും ചത്തു കേട്ടോ. അപ്പോൾ അത് ഇനിയും ചത്തു പോവുമോ എന്നുള്ളൊരു ഡൗട്ട്. ഇപ്പോൾ 3 മൊത്തം ടോട്ടലി ചത്തു. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് പറയണേ. അപ്പോൾ അതും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയുന്നവരൊന്ന് കമൻ്റായിട്ട് ഇടുക കേട്ടോ. നട്ടോടിയുണ്ട്.